So, very good morning to all. So, in the last class, we have discussed about how to draw a low frequency hybrid bi-equivalent circuit of a common emitter amplifier. So, this is the circuit of a common emitter amplifier with bypass capacitor. So, before drawing the equivalent hybrid bi model, we have to short circuit all the coupling capacitors and bypass capacitor in this circuit, and also we have to make all the DC sources as ground. അപ്പോൾ നമുക്കിവിടെ VCC ഒരു DC സോഴ്സ് ആണ്, അത് നമ്മൾ ഗ്രൗണ്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ കപ്ലിംഗ് കപ്പാസിറ്റർ ആയ C1 ആൻഡ് C2 അത് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ബൈപ്പാസ് കപ്പാസിറ്റർ Cയും ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ബൈപ്പാസ് കപ്പാസിറ്റർ C ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെയുള്ള എമിറ്റർ റെസിസ്റ്റൻസ് REയുടെ എഫക്റ്റ് വരില്ല. കാരണം ഇവിടെയുള്ള കറണ്ട് ഒക്കെ ഈ ഷോർട്ട് സർക്യൂട്ടിലോട്ട് ഫ്ലോ ചെയ്യും. സോ ഈ റെസിസ്റ്റർ REയുടെ എഫക്റ്റ് ഇവിടെ വരില്ല. സോ നമ്മളിതിന്റെ ഇക്വലന്റ് സർക്യൂട്ട് വരക്കുന്ന സമയത്ത് ആദ്യം നമ്മുടെ വോൾട്ടേജ് സോഴ്സ് VS, then സോഴ്സ് റെസിസ്റ്റൻസ് RS, then ഇവിടെ കപ്ലിംഗ് കപ്പാസിറ്റർ ഷോർട്ട് സർക്യൂട്ട് ആണ്, then ഇവിടെ വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ടുള്ള R1 ആൻഡ് R2 വോൾട്ടേജ് ഡിവൈഡർ റെസിസ്റ്റർ ഇവിടെ RB ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക. മീൻസ് RB എന്ന് പറഞ്ഞാൽ R1 പാരലൽ R2 ആണ്. അതായത് R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 ആയിരിക്കും ഈ RB എന്ന് പറയുന്ന ബേസ് റെസിസ്റ്റൻസ്. ഓക്കെ, ദെൻ നമ്മുടെ ഹൈബ്രിഡ് പൈ സർക്യൂട്ടിലുള്ള റെസിസ്റ്റൻസ് R പൈ is the resistance between the base and emitter terminal. Okay, then the current source GM into V pi, then the output resistance RO. This comprises of hybrid pi model. Then നമ്മുടെ സർക്യൂട്ട് നോക്കുന്നതാണെങ്കിൽ നമ്മുടെ VCC ഗ്രൗണ്ട് ആയിട്ടുണ്ട്, അതുപോലെ RLും അക്രോസ് ഗ്രൗണ്ടിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഔട്ട്പുട്ട് സൈഡിൽ ഈ RC പാരലൽ RL ഈ ഒരു കോമ്പിനേഷൻ ആണ് ഔട്ട്പുട്ട് സൈഡിൽ വരിക. സോ ഹിയർ ഈസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് V0, കലക്ടർ ടെർമിനലിലോട്ട് ഒഴുകുന്ന കറണ്ട് IC, ദെൻ ബേസ് ടെർമിനലിലോട്ട് ഒഴുകുന്ന കറണ്ട് IB, ദെൻ ഇവിടെ RPക്ക് അക്രോസ് ഉള്ള വോൾട്ടേജ് V പൈ, RBക്ക് അക്രോസ് ഉള്ള വോൾട്ടേജ് Vin. ദിസ് Vin ആൻഡ് V പൈ വിൽ ബി ഓൾമോസ്റ്റ് സെയിം, നോട്ട് എക്സാക്ട്ലി ബട്ട് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും ഈ Vനും V പൈ. സോ ഇതായിരുന്നു ഒരു കോമൺ എമിറ്റർ ആംപ്ലിഫയർ വിത്ത് ബൈപ്പാസ് കപ്പാസിറ്ററിന്റെ ഒരു ഇക്വലന്റ് ഹൈബ്രിഡ് പൈ മോഡൽ ഫോർ ലോ ഫ്രീക്വൻസി അനാലിസിസ്. സോ നമുക്ക് ഇത് വെച്ച് കുറച്ച് പാരാമീറ്റേഴ്സ് ഇവിടെ കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഈ കോമൺ എമിറ്റർ ആംപ്ലിഫയർ വിത്ത് ബൈപ്പാസ് കപ്പാസിറ്റർ അതിന്റെ ഹൈബ്രിഡ് പൈ മോഡൽ ലോ ഫ്രീക്വൻസി അനാലിസിസിലെ പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. സോ എന്തൊക്കെ പാരാമീറ്റേഴ്സ് ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്? ഇൻപുട്ട് റെസിസ്റ്റൻസ്, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്, വോൾട്ടേജ് ഗെയിൻ വിത്തൗട്ട് ഇൻപുട്ട് വോൾട്ടേജ് സോഴ്സ് VS, ദെൻ വോൾട്ടേജ് ഗെയിൻ വിത്ത് ഇൻപുട്ട് വോൾട്ടേജ് സോഴ്സ് VS, ദെൻ കറണ്ട് ഗെയിൻ. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇൻപുട്ട് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇൻപുട്ട് ഇംപിഡൻസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ, ഓക്കെ, ഇൻപുട്ട് ഇംപിഡൻസ് നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ ഇൻപുട്ട് സൈഡിൽ നിന്ന് നമ്മുടെ ബേസ് ടെർമിനലിലേക്ക് വരുന്ന റെസിസ്റ്റൻസ് ആയിരിക്കും ഇൻപുട്ട് റെസിസ്റ്റൻസ്. സോ ഇവിടെ ഇൻപുട്ട് റെസിസ്റ്റൻസ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ സോഴ്സ് റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്യില്ല. കാരണം നമ്മൾ ഇൻപുട്ട് ടെർമിനലിൽ നിന്ന് ബേസ് ടെർമിനലിലേക്ക് നോക്കുമ്പോഴുള്ള റെസിസ്റ്റൻസ് ആണ്. സോ ഇതെന്താ, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിലുള്ള റെസിസ്റ്റൻസ് ആണ് ഈ RB RP ഒക്കെ, ലെഫ്റ്റ് സൈഡിലുള്ള റെസിസ്റ്റൻസ് ആണ് ഈ RS. സോ ലെഫ്റ്റ് സൈഡിലുള്ള റെസിസ്റ്റൻസ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യില്ല. ഓക്കെ, സോ ഹിയർ ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? RBയുടെ RPയുടെ ഒരു പാരലൽ കോമ്പിനേഷൻ ആയിരിക്കില്ലേ? RBയുടെ RPയുടെ ഒരു പാരലൽ കോമ്പിനേഷൻ ആയിരിക്കും ഇവിടെയുള്ള ഇൻപുട്ട് റെസിസ്റ്റൻസ്. സോ വി ക്യാൻ റൈറ്റ്
input resistance or input impedance Rin or Zin will be equal to RB parallel RPi. RB parallel RPi ആയിരിക്കും ഇവിടെയുള്ള ഇൻപുട്ട് റെസിസ്റ്റൻസ് ഓർ ഇൻപുട്ട് ഇംപിഡൻസ്. ക്ലിയർ ആയില്ലേ? അതായത് നമ്മുടെ ഇൻപുട്ട് സൈഡിൽ നിന്ന് ബേസ് ടെർമിനലിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റെസിസ്റ്റൻസ് ആയിരിക്കും ഇൻപുട്ട് റെസിസ്റ്റൻസ് ഓർ ഇൻപുട്ട് ഇംപിഡൻസ്. സോ ആ ഒരു കേസിൽ നമ്മുടെ ഈ സോഴ്സ് റെസിസ്റ്റൻസ് we will not consider. Then so one more thing, RB parallel RPi എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ, RB into RPi divided by RB plus RPi ആയിരിക്കും ഈ Zin എന്ന് പറയുന്നത്, അല്ലെങ്കിൽ Rin എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് വോൾട്ടേജ് ഗെയിൻ വിത്തൗട്ട് VS. വോൾട്ടേജ് ഗെയിൻ വിത്തൗട്ട് VS, അതായത് നമ്മുടെ ഈ സോഴ്സ് റെസിസ്റ്റൻസും അതുപോലെ ഈ വോൾട്ടേജ് സോഴ്സ് VSഉം കൺസിഡർ ചെയ്യാതെയുള്ള വോൾട്ടേജ് ഗെയിൻ, അതാണ് AV. സോ ഇവിടെ ഈ VS എന്ന് പറയുന്ന വോൾട്ടേജ് സോഴ്സും അതുപോലെ RS എന്ന് പറയുന്ന സോഴ്സ് റെസിസ്റ്റൻസും ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യില്ല. സോ വോൾട്ടേജ് ഗെയിൻ AV വിച്ച് വിൽ ബി ഈക്വൽ ടു Vout ഡിവൈഡഡ് ബൈ Vin. ഇവിടെയുള്ള വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് Vout, ഇവിടെയുള്ള വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജ് Vin. സോഴ്സ് റെസിസ്റ്റൻസും അതുപോലെ ഇവിടെയുള്ള വോൾട്ടേജ് സോഴ്സ് VSഉം നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, സോ AV which will be equal to Vout by Vin. ഓക്കെ, ദെൻ Voutനെ നമുക്ക് എങ്ങനെ എഴുതാം? Iout, അതായത് ഇവിടെയുള്ള കറണ്ട് എന്താ? Iout ആണ്. ഇവിടെയുള്ള ടോട്ടൽ റെസിസ്റ്റൻസ്, ഔട്ട്പുട്ടിലുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് Rout ആണ്. സോ Voutനെ നമ്മൾ Iout into Rout എന്ന് എഴുതുന്നു, Vin ഡിവൈഡഡ് ബൈ Vin. ഓക്കെ, സോ ഇവിടെ Iout നമ്മൾ കണ്ടുപിടിക്കുകയാണ്. Iout വിൽ ബി ഈക്വൽ ടു മൈനസ് GM ഇൻറ്റു Vpi. എന്തുകൊണ്ട് മൈനസ് വരുന്നു എന്ന് പറഞ്ഞാൽ ഈ GM ഇൻറ്റു Vpi ഈ ഔട്ട്പുട്ട് അക്രോസ് RL ഫ്ലോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം മൈനസ് ടു പ്ലസ് ആണ് ഫ്ലോ ചെയ്യുന്നത്, മൈനസ് ടു പ്ലസ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ നെഗറ്റീവ് ആയിട്ടാണ് ആ കറണ്ടിനെ എടുക്കുക, മൈനസ് ടു പ്ലസ്. സോ Iout വിൽ ബി ഈക്വൽ ടു മൈനസ് GM ഇൻറ്റു Vpi. മൈനസ് GM ഇൻറ്റു Vpi ആയിരിക്കും Iout. ദെൻ Rout എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇവിടെയുള്ള ഔട്ട്പുട്ടുള്ള ടോട്ടൽ റെസിസ്റ്റൻസ്, ഔട്ട്പുട്ട് സൈഡുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഒരു RL ഉണ്ട്, ഇവിടെ ഒരു RC ഉണ്ട്, ഇവിടെ ഒരു RO ഉണ്ട്. ഇതൊക്കെ എന്താ? ഒരു പാരലൽ കോമ്പിനേഷൻ ആയിരിക്കും, പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ Rout വിൽ ബി ഈക്വൽ ടു RL പാരലൽ RC പാരലൽ R0. ഇതിന്റെ മൂന്നിന്റെ പാരലൽ കോമ്പിനേഷൻ ആയിരിക്കും Rout എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വൺ മോർ തിങ്, നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഇൻപുട്ടുള്ള ഈ Vin എന്ന് പറയുന്ന വോൾട്ടേജും അതുപോലെ ഈ RPക്ക് അക്രോസ് ഉള്ള വോൾട്ടേജ് Vpiയും വിൽ ബി ഓൾമോസ്റ്റ് സെയിം. സോ നമ്മൾ അങ്ങനെ ഒരു അപ്രോക്സിമേഷൻ എടുക്കുകയാണ്. അതായത് Vin അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു Vpi എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ Iout വിൽ ബി ഈക്വൽ ടു മൈനസ് GM ഇൻറ്റു Vpi അല്ലേ? അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? Iout വിൽ ബി ഈക്വൽ ടു മൈനസ് GM ഇൻറ്റു Vin. അതായത് Vpiക്ക് പകരം Vin സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്, മൈനസ് GM ഇൻറ്റു Vin എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ദെൻ അപ്പൊ നമുക്ക് വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? Vout ബൈ Vin ആണ്, Vout ബൈ Vin. അപ്പൊ Vout നമുക്ക് Ioutന്റെ Rout എന്ന് എഴുതാം. Iout നമുക്ക് കിട്ടി മൈനസ് GM ഇൻറ്റു Vin, മൈനസ് GM ഇൻറ്റു Vin. Rout എന്താ കിട്ടിയത്? RL പാരലൽ RC പാരലൽ R0. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഡിവൈഡഡ് ബൈ Vin. അപ്പൊ ഇവിടെ എന്താ? നമുക്ക് Vinഉം Vinഉം ക്യാൻസൽ ചെയ്തു. അപ്പൊ നമുക്ക് വോൾട്ടേജ് ഗെയിൻ AV വിൽ ബി ഈക്വൽ ടു മൈനസ് GM ഇൻറ്റു RL പാരലൽ RC പാരലൽ R0. ഇതായിരിക്കും നമ്മുടെ ഇവിടെയുള്ള വോൾട്ടേജ് ഗെയിൻ. അപ്പൊ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്, വോൾട്ടേജ് ഗെയിൻ നെഗറ്റീവ് സൈനിലാണുള്ളത്. കാരണം എന്താണ്? നമുക്ക് ഒരു കോമൺ എമിറ്റർ ആംപ്ലിഫയറിന്റെ കേസിൽ എന്താ? ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ട്. സോ വോൾട്ടേജ് ഗെയിൻ വിൽ ബി നെഗറ്റീവ്. സോ നമ്മളിവിടെ വോൾട്ടേജ് ഗെയിൻ വിത്തൗട്ട് VS, ദാറ്റ് ഇസ് AV ഇവിടെ കണ്ടുപിടിച്ചു. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു ഫൈൻഡ് വോൾട്ടേജ് ഗെയിൻ ബൈ കൺസിഡറിങ് VS. ഈ വോൾട്ടേജ് സോഴ്സ് VSഉം കൂടി കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു വോൾട്ടേജ് ഗെയിൻ കണ്ടുപിടിക്കുകയാണ്. അതിനെ നമ്മൾ AVS എന്ന് റെപ്രസെന്റ് ചെയ്തു, AVS.
സോ ഇവിടെ എന്താ AVS എന്തായിരിക്കും? AVS വിൽ ബി ഈക്വൽ ടു വി ഔട്ട് ഡിവൈഡഡ് ബൈ VS ആയിരിക്കും അല്ലെ? ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്. അപ്പോൾ വി ഔട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് എന്താ വരിക? VS. ഇതും കൂടി നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. വി ഔട്ട് ബൈ VS ആയിരിക്കും. സോ AVS വിൽ ബി ഈക്വൽ ടു വി ഔട്ട് ഡിവൈഡഡ് ബൈ VS. ഓക്കെ, ഫൈൻ. ഇനി നമ്മളിവിടെ ഒരു അപ്രോക്സിമേഷൻ എടുക്കുകയാണ്. അതായത് ഈ RB അതുപോലെ ഈ RPi, ഈ RBയുടെയും RPiയുടെയും ഒരു പാരലൽ കോമ്പിനേഷൻ നമ്മൾ Rനായിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ഇവിടെ RPയും RBയും കൂടി നമ്മൾ ഒരു റെസിസ്റ്റൻസ്, ഒരു പാരലൽ റെസിസ്റ്റൻസ് ആയിട്ട്, സിംഗിൾ റെസിസ്റ്റൻസ് ആയിട്ട് അടയാളപ്പെടുത്താണ് Rin എന്ന് പറഞ്ഞത്. അപ്പം നമുക്ക് ഇവിടെ ഒരു ലൂപ്പ് ഉണ്ട്. ഇൻപുട്ട് സൈഡിൽ നമുക്ക് ഒരു ലൂപ്പ് മാത്രമേ ഇവിടെ ഉള്ളൂ അല്ലെ? ഇൻപുട്ട് സൈഡിൽ ഒരു ലൂപ്പ് മാത്രമേ ഉള്ളൂ. സോ അവിടെ നമ്മൾ വോൾട്ടേജ് ഡിവൈഡർ റൂൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ഇഫ് യു ആർ അപ്ലൈയിങ് വോൾട്ടേജ് ഡിവൈഡർ റൂൾ അറ്റ് ദ ഇൻപുട്ട് സൈഡ്, അപ്പോൾ എങ്ങനെയുള്ളത്? ഇവിടെ VS ഉണ്ട്, ഇവിടെ ഒരു RS ഉണ്ട്, ഇവിടെ ഒരു Rin ഉണ്ട്. ഓക്കെ, സോ ഈ ഒരു കേസിൽ VN എന്ന് പറയുന്ന വോൾട്ടേജ് വിൽ ബി ഈക്വൽ ടു VS ഇൻറ്റു Rin ഡിവൈഡഡ് ബൈ Rin, അവിടെയുള്ള ടോട്ടൽ റെസിസ്റ്റ് Rin പ്ലസ് RS. VN വിൽ ബി ഈക്വൽ ടു VS ഇൻറ്റു Rin ഡിവൈഡഡ് ബൈ Rin പ്ലസ് RS ആയിരിക്കും ഇവിടെയുള്ള വോൾട്ടേജ് VN എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെയുള്ള വോൾട്ടേജ് VN എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇത് നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ VN ബൈ VS വിൽ ബി ഈക്വൽ ടു Rin ഡിവൈഡഡ് ബൈ Rin പ്ലസ് RS എന്ന് കിട്ടി. ഓക്കെ, ദെൻ നമുക്കറിയാം AVS വിച്ച് ഈസ് ഈക്വൽ ടു വി ഔട്ട് ബൈ VS ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മളിവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും VN കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണെങ്കിൽ വി ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ്: വി ഔട്ട് ഡിവൈഡഡ് ബൈ VS ഇൻറ്റു VN ഡിവൈഡഡ് ബൈ VN എന്ന് എഴുതാം. ഓക്കെ, ഇത് നമുക്ക് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ വി ഔട്ട് ബൈ VN ഇൻറ്റു VN ഡിവൈഡഡ് ബൈ VS എന്ന് എഴുതാം. ഓക്കെ, നമുക്കറിയാം വി ഔട്ട് ബൈ VN എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ നമ്മൾ കണ്ടു വോൾട്ടേജ് ഗെയിൻ AV ആണ്, വി ഔട്ട് ബൈ VN. ഓക്കെ, VN ബൈ VS എന്താ? നമുക്ക് ഓൾറെഡി ഇവിടെ അതിന്റെ വാല്യൂ ഇവിടെ കിട്ടിയിട്ടുണ്ട്. VN ബൈ VS ഈക്വൽ ടു Rin ഡിവൈഡ് ബൈ Rin പ്ലസ് RS. സോ അത് മാറ്റി എഴുതുന്ന സമയത്ത് AVS വിച്ച് വിൽ ബി ഈക്വൽ ടു AV ഇൻറ്റു Rin ഡിവൈഡഡ് ബൈ Rin പ്ലസ് RS. സോ ഇതാണ് വോൾട്ടേജ് ഗെയിൻ ബൈ കൺസിഡറിങ് വോൾട്ടേജ് സോഴ്സ് VS. ഓക്കെ, സോ അതിന്റെ വാല്യൂസ് AV വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് വി വിൽ ബി ഗെറ്റിംഗ് AVS which is equal to minus GM into RC parallel RL parallel R0 into Rin divided by Rin plus RS. ഈ Rin എന്ന് പറയുന്നത് എന്താ? RB parallel RPi ആണ് ഈ Rin എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ വോൾട്ടേജ് ഗെയിൻ ബൈ കൺസിഡറിങ് VS. ഓക്കെ, സോ നെക്സ്റ്റ് പാരാമീറ്റർ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഓർ ഔട്ട്പുട്ട് ഇംപെഡൻസ്. നേരത്തെ നമ്മൾ ഇൻപുട്ട് ഇംപെഡൻസ് കണ്ടു. അതായത് ഇൻപുട്ട് ഇംപെഡൻസ് എങ്ങനെയാണ് നമ്മൾ കണ്ടത്? ഇൻപുട്ടിൽ നിന്ന് ബേസ് ടെർമിനലിലേക്ക് നോക്കുമ്പോഴുള്ള ടോട്ടൽ, ഇൻപുട്ടിലുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് നമ്മുടെ ഇൻപുട്ട് റെസിസ്റ്റൻസ്. സിമിലർലി ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട് സൈഡിൽ നിന്ന് കലക്ടർ ടെർമിനലിലേക്ക് നോക്കുമ്പോഴുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് ആയിരിക്കും ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. സോ ഔട്ട്പുട്ട് സൈഡിൽ നിന്ന് നമ്മൾ കലക്ടർ സൈഡിലേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ ഏകദേശം ഇങ്ങനെ. സോ ആ സമയത്തുള്ള നമ്മുടെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ RL കൺസിഡർ ചെയ്യില്ല, ഇവിടെ RC പാരലൽ R0 എന്നുള്ള ഒരു കോമ്പിനേഷൻ ആയിരിക്കും അല്ലെ? RC പാരലൽ R0. സോ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് Rout which is equal to output impedance which will be equal to RC parallel R0. RC parallel R0. സോ ഇതാണ് ഇവിടെയുള്ള ഔട്ട്പുട്ട് ഇംപെഡൻസ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. Now, next parameter is current gain. Current gain എന്ന് പറഞ്ഞാൽ എന്താ? ഔട്ട്പുട്ട് കറണ്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് കറണ്ട് ആണ് എന്ത്? കറണ്ട് ഗെയിൻ. സോ A which is equal to I out divided by I in. I out by I in. ഓക്കെ, I ഔട്ടിനെ നമുക്ക് എങ്ങനെ എഴുതാം? I out എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള കറണ്ട് ആണ് I out. സോ I out can be written as V out divided by ഇവിടെയുള്ള റെസിസ്റ്റൻസ് എന്താ? RL. സോ വി ഔട്ട് ഡിവൈഡ് ബൈ RL ആണ് I ഔട്ട്. സിമിലർലി നമ്മൾ നേരത്തെ പറഞ്ഞ അതേ അപ്രോക്സിമേഷൻ ഇവിടെ എടുക്കുകയാണ് ഇൻപുട്ട് സൈഡിൽ.
അതായത് ആർ ബി പാരലൽ ആർ പൈ പാരലൽ ആർ ബി എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ആറിനായിട്ട് എടുക്കുകയാണ്. സോ ആറിൻ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ആർ ബി പാരലൽ ആർ പൈ, അങ്ങനെ ഒരു അപ്രോക്സിമേഷൻ ഇൻപുട്ട് സൈഡിൽ എടുക്കുകയാണ്. സോ അപ്പോൾ നമുക്ക് ഇവിടെയാണ് നമ്മുടെ ഐ ഇൻ വരിക അല്ലെ. ഐ ഇൻ അപ്പോൾ എന്തായിരിക്കും, ഇവിടെയുള്ള വോൾട്ടേജ് വി ഇൻ ആണ്, ഇവിടെയുള്ള റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇക്വലന്റ് റെസിസ്റ്റൻസ് ഇപ്പോൾ എടുത്തു ആറിനാണ്. സോ ഐ ഇൻ വിച്ച് ഇസ് ഈക്വൽ ടു വി ഇൻ ഡിവൈഡഡ് ബൈ ആർ ഇൻ. ആർ ഇൻ എന്ന് പറഞ്ഞാൽ എന്താ, ആർ ബി പാരലൽ ആർ പൈ എന്നുള്ള കോമ്പിനേഷൻ ആണ് ആർ ഇൻ. സോ ഐ ഇൻ വിച്ച് ഇസ് ഈക്വൽ ടു വി ഇൻ ഡിവൈഡഡ് ബൈ ആർ ഇൻ. ഓക്കെ, സോ ഐ ഔട്ടും നമുക്കറിയാം, ഐ എന്നും നമുക്കറിയാം. സോ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എ ഐ, അതായത് കറന്റ് ഗെയിൻ വിച്ച് ഇസ് ഈക്വൽ ടു വി ഔട്ട് ബൈ ആർ എൽ ഡിവൈഡഡ് ബൈ വി ഇൻ ബൈ ആർ ഇൻ. ഓക്കെ, സോ ഇത് റീഅറേഞ്ച് ചെയ്ത് എഴുതുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, വി ഔട്ട് ബൈ വി ഇൻ ഇൻറ്റു ആർ ഇൻ ഡിവൈഡഡ് ബൈ ആർ എൽ എന്ന് നമുക്ക് കിട്ടും. വി ഔട്ട് ബൈ വി ഇൻ ഇൻറ്റു ആർ ഇൻ ഡിവൈഡഡ് ബൈ ആർ എൽ എന്ന് കിട്ടി. ഓക്കെ, വി ഔട്ട് ബൈ വി ഇൻ എന്താണെന്ന് നമുക്കറിയാം, വോൾട്ടേജ് ഗെയിൻ ആണ് എ വി ഇൻറ്റു ആർ ഇൻ ഡിവൈഡഡ് ബൈ ആർ എൽ. സോ വി വിൽ ബി ഗെറ്റിംഗ് കറന്റ് ഗെയിൻ വിച്ച് ഇസ് ഈക്വൽ ടു എ വി ഇൻറ്റു ആർ ഇൻ ഡിവൈഡഡ് ബൈ ആർ എൽ. എ വി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എ ഐ വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ജി എം ഇൻറ്റു ആർ സി പാരലൽ ആർ എൽ പാരലൽ ആർ സീറോ, അതായത് എ വി. ദെൻ ആർ ഇൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ അപ്രോക്സിമേഷൻ എടുത്താണ് ആർ ബി പാരലൽ ആർ പൈ, ആർ ബി പാരലൽ ആർ പൈ ഡിവൈഡഡ് ബൈ ആർ എൽ. സോ ഇതായിരിക്കും നമ്മുടെ കറന്റ് ഗെയിൻ. സോ ഈ ഒരു കേസിൽ നമ്മളിപ്പോൾ എന്തൊക്കെ പാരാമീറ്റേഴ്സ് നമ്മൾ ഡിറൈവ് ചെയ്തു. ഫസ്റ്റ് വൺ ഈസ് ഇൻപുട്ട് റെസിസ്റ്റൻസ്, ദെൻ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്, വോൾട്ടേജ് ഗെയിൻ without considering voltage source Vs, then voltage gain with considering voltage source Vs, then finally the current gain. So ഇത്രയും പാരാമീറ്റർ എങ്ങനെ ഡിറൈവ് ചെയ്യുന്നു എന്ന് നമ്മൾ കണ്ടു. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ we will be discussing about low frequency analysis of common emitter amplifier without bypass capacitor.